IHMA സ്പന്ദനം ഹെൽത്ത് ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ധന്യ ശശിധരൻ, ഐശ്വര്യ ഹോമിയോപ്പതി ക്ലിനിക്, വെള്ളൂർക്കുന്നം, മൂവാറ്റുപുഴ. ഈയിടെയായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കോളറ അല്ലേ. തിരുവനന്തപുരത്ത് കോളറ കേസുകൾ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. എന്താണ് കോളറ? എന്തൊക്കെയാണ് കോളറയുടെ ലക്ഷണങ്ങൾ? കോളറ പടരുന്നത് എങ്ങനെയാണ്? കോളറയ്ക്കായി എന്തെല്ലാം ചികിത്സകളാണ് നിലവിലുള്ളത്? കോളറയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നെല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. മലിനമായ ജലത്തിലൂടെ പകരുന്ന ബാക്ടീരിയൽ രോഗമാണ് കോളറ. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ് രോഗകാരണം. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു. സാധാരണയായി 12 മണിക്കൂർ മുതൽ 5 ദിവസം വരെയാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാവാൻ എടുക്കുന്ന സമയം. എന്തൊക്കെയാണ് കോളറയുടെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. കഞ്ഞിവെള്ളം പോലെ വയറിളകി പോകുന്നതാണ് കോളറയുടെ പ്രധാന ലക്ഷണം. കടുത്ത വയറിളക്കം, ഛർദി, പേശികളിൽ കൂച്ചിപ്പിടുത്തം, മൂത്രത്തിന്റെ അളവ് കുറയുക, ശരീരത്തിലെ ജലാംശം വൻതോതിൽ നഷ്ടപ്പെടുന്നതുകൊണ്ട് അമിതമായ ക്ഷീണം, തുടർച്ചയായ പനി എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം. കോളറ ബാക്ടീരിയ ബാധിതരായ എല്ലാവരിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല. എന്നാൽ അവർ രോഗാണുവാഹകരായി തുടരുന്നു. രോഗാണുവാഹകരാണെന്ന് തിരിച്ചറിയാത്തത് മൂലം ഇവർ സമൂഹത്തിൽ ഇടപഴകുകയും മറ്റുള്ളവരിലേക്ക് രോഗാണുക്കൾ വ്യാപിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കോളറ ബാക്ടീരിയ പ്രവേശിച്ചാൽ 7 മുതൽ 14 ദിവസം വരെ ആ വ്യക്തിയുടെ വിസർജ്യത്തിൽ ബാക്ടീരിയ കാണപ്പെടുന്നു. ഇനി കോളറ പകരുന്നത് എങ്ങനെയെന്ന് നോക്കാം. ജലസ്രോതസ്സുകളുടെ സമീപം തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ജലം മലിനമാക്കപ്പെടുന്നു. ഈ ജലം കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്നവർ രോഗബാധിതരാകുന്നു. രോഗി കൈകാര്യം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും വെള്ളത്തിലൂടെയും രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നു. കോളറ ബാധ മരണത്തിലേക്ക് നയിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. കഠിനമായ വയറിളക്കവും ഛർദിയും മൂലം ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നതാണ് മരണത്തിലേക്ക് നയിക്കുന്നത്. നിർജ്ജലീകരണം എന്ന അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത്. വയറിളക്കവും ഛർദിയും മൂലം 10 ലിറ്റർ മുതൽ 20 ലിറ്റർ വരെ വെള്ളം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. അതിനാൽ തന്നെ കുട്ടികളിൽ കോളറ വളരെ അപകടകാരിയാണ്. കോളറയുടെ ചികിത്സ എന്താണെന്ന് നോക്കാം. അതിശക്തമായ വയറിളക്കവും ഛർദിയും മൂലം ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് തടയാനായി ORS ലായനി നൽകുകയാണ് ആദ്യമായി ചെയ്യുന്നത്. 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 5 ഗ്രാം ഉപ്പും 20 ഗ്രാം പഞ്ചസാരയും ലയിപ്പിച്ച മിശ്രിതമാണ് ORS ലായനി. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ലായനിയിൽ നിന്ന് 1 ടീസ്പൂൺ വീതം 2 മിനിറ്റ് ഇടവിട്ട് നൽകേണ്ടതാണ്. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഈ മിശ്രിതം ഓരോ കവിൾ ഇടവിട്ട് കുടിക്കേണ്ടതാണ്. മുതിർന്നവരിൽ ഈ ലായനിയിൽ 4 മണിക്കൂർ കൊണ്ട് കുടിച്ചു തീർക്കണം. കോളറയുടെ രോഗനിർണയം എങ്ങനെയാണെന്ന് നോക്കാം. രോഗലക്ഷണങ്ങളിൽ നിന്ന് തന്നെ കോളറ തിരിച്ചറിയാൻ സാധിക്കും. എങ്കിലും ആധികാരികമായ പരിശോധന എന്ന നിലയിൽ റാപ്പിഡ് ഡിപ്സ്റ്റിക് ടെസ്റ്റ് പരിശോധനയിലൂടെ കോളറ സ്ഥിരീകരിക്കുന്നു. രോഗിയുടെ മലമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. ചരിത്രം പരിശോധിച്ചാൽ ഹോമിയോപ്പതി വളരെ ഫലപ്രദമായി കോളറയെ നിയന്ത്രിച്ചിട്ടുള്ളതായി കാണാം. ക്യാംഫർ, കുപ്രമറ്റ്, വെറൈട്രമാൽബം തുടങ്ങിയ ഹോമിയോപ്പതി മരുന്നുകൾ കോളറയെ നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വ്യക്തിഗത ചികിത്സ രോഗിക്ക് നൽകുന്നത് മൂലം രോഗിയുടെ രോഗപ്രതിരോധ ശേഷി പെട്ടെന്ന് തന്നെ വീണ്ടെടുക്കുകയും രോഗമുക്തി നേടാൻ സാധിക്കുകയും ചെയ്യുന്നു. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ലെങ്കിൽ മരണകാരണമായേക്കാവുന്ന രോഗമാണ് കോളറ. കോളറയെ എങ്ങനെ തടയാമെന്ന് നോക്കാം. തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താതിരിക്കുക. ശരിയായ രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുക. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ സ്രോതസ് ക്ലോറിനേറ്റ് ചെയ്ത് അണുവിമുക്തമാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങളും വെള്ളവും മൂടി വയ്ക്കുക. ഈച്ചയോ മറ്റു പ്രാണികളോ വന്നിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക. കോളറ ബാധിതനായ രോഗിയെ ഐസൊലേറ്റ് ചെയ്യുക.
ഇത്രയെല്ലാം ചെയ്യുന്നതിലൂടെ കോളറയെ നമുക്ക് ഫലപ്രദമായി തടയാൻ കഴിയും. നന്ദി, നമസ്കാരം.